fall in the world by volume of water flow. Waterfall. വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മളെല്ലാവരും നയഗ്ര ഫാൾസ് ലക്ഷ്യമായിട്ട് പോവാണ്. അപ്പന്റെ അമ്മയുടെ മൂന്നാമത്തെ നയഗ്ര ഫാൾസ് വിസിറ്റാണ്. പിള്ളേരെല്ലാം പറയുന്നുണ്ട്. അനിമോൾ തേടി ഇരിക്കണം. ഞങ്ങളുടെ 12ാമത്തെ 14ാമത്തെ നയഗ്ര ഫാൾസ് വിസിറ്റാണ്. അപ്പം നമ്മൾ നയഗ്ര ഫാൾസ് ഈ കൊല്ലം യാത്ര ചെയ്യുന്നു. അപ്പം നമ്മളെല്ലാവരും നയഗ്ര ഫാൾസിൽ എത്തിയേക്കാണ്. നയഗ്ര ഫാൾസ്, കനഡിയൻ ഹോർഷൂ ഫാൾസ്, അമേരിക്കൻ ബ്രൈഡൽ വെയിൽ ഫാൾസ് എന്ന ഉള്ള ഫാൾസൊക്കെ ഉള്ളതിൻ്റെ അടുത്തുള്ള സ്കൈലോൺ ടവർ, ഇതേ കാണുന്ന സ്കൈലോൺ ടവറിൻ്റെ അടുത്താണ് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി നയഗ്ര ഫാൾസിൽ ഫയർ വർക്ക് ഉണ്ട്. രാത്രി 10 മണി തുടങ്ങിയാണ് ഫയർ വർക്ക്സ്. അപ്പോൾ ആ ഫയർ വർക്ക്സ് എല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും കുടുംബവും ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പനും അമ്മയൊക്കെ എവിടെയുണ്ട്? അപ്പം എല്ലാം എവിടെയുണ്ട്? സ്കൈലോൺ ടവറാണ് ഇതേ കാണുന്നത്. അപ്പോൾ നമ്മൾ നയഗ്ര ഫാൾസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ ഒപ്പം. സ്കൈലോൺ ടവറിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിലൂടെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാനഡിയൻ സൈഡിൽ ഫുൾ ഇതുപോലെ കസീനോസ് ആണ്. ഇതേ കാണുന്ന വലിയ കസീനോസ്. ഇത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഫുൾ കസീനോസും ഹോട്ടൽസൊക്കെയാണ്. ഷെറാട്ടൺ ഹോട്ടൽ തുടങ്ങി, കസീനോസ് തുടങ്ങി മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിതിങ്ങനെ സ്കൈലോൺ ടവറിൻ്റെ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്നാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും കൂടി. വേൾഡ് ഫേമസ് റിവോൾവിംഗ് ഡൈനിങ് റൂമാണ്. അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. $60 ഒരാളുടെ ഭക്ഷണം അല്ലേ. കസീനോസിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പനും അമ്മയും നയഗ്ര ഫാൾസിന്റെ വീതിയിലൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പാർക്കാണ്. നമുക്കത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നയഗ്ര പാർക്സ് കാണാൻ പറ്റും. സ്കൈലോൺ ടവറിന്റെ വ്യൂ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നയഗ്ര ഫാൾസിന്റെ ഭംഗി ആസ്വദിക്കാനായി നമ്മൾ ഈ രാത്രിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പാ? അടിച്ച് പൊളിക്കല്ലേ നമ്മളാ? എങ്ങനെയുണ്ട് അമ്മ? തകർക്കുമല്ലേ? എത്ര കണ്ടാലും മതി വരില്ലാത്ത ഒരേ ഒരു അട്രാക്ഷൻ ആട്ടത്. എത്ര കണ്ടാലും മതി വരില്ല അല്ലേ? നയഗ്ര ഫാൾസിന് അടുത്തെത്തി. വളരെ അടുത്തായിരുന്നു കേട്ടോ. സ്കൈലോൺ ടവർ വഴി നയഗ്രയിൽ വരുമ്പോൾ വളരെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. മറ്റു നമ്മൾ ആ റൂട്ട് വഴി വരുമ്പോൾ അവിടെ നമുക്ക് സ്കൈ വ്യൂ കാണാൻ പറ്റുമോ? നമ്മളുടെ അടുത്ത് എത്തിയിരിക്കുന്നു. മിസ്റ്റ്, മുഖത്തോട്ട് മിസ്റ്റ് ചാടിക്കൊണ്ടിരിക്കുന്നത് ആദ്യമായി കാണുന്ന അതേ ഒരു എനർജിയോടുകൂടി നമ്മൾ നയഗ്ര ഫാൾസ് പിന്നെ കാണുന്നതാണ്. 12-14 പ്രാവശ്യമാണ് നമ്മൾ കാണുന്നത്. എന്നിട്ടും കാണാനുള്ള ആ കൊതിയിൽ ഒരു കുറവ് വന്നിട്ടില്ല. അതാണ് ഈ ഒരു വാട്ടർഫാൾസിൻ്റെ ഭംഗി. അത്രയേറെ ഭംഗിയാണ് കാണാനായിട്ട്. ഇത് കണ്ടനുഭവിക്കുക തന്നെ വേണം. ക്യാമറയിലൊന്നും അതിൻ്റെ ഒരു ഭംഗി പതിയത്തില്ല. എന്നാലും ശ്രമിച്ചു നോക്കാം. ഭംഗിയുള്ളൊരു സായന്തനം കേട്ടോ നയഗ്ര വാട്ടർഫാൾസ്. അതേ അമേരിക്കൻ സൈഡ്, അമേരിക്കൻ ബ്രൈഡൽ വെയിൽ ഫാൾസ്. ദാറ്റ്സ് ദ ബിഗസ്റ്റ് തിങ്. ഇതെന്താണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്നെ ഭംഗിയാണല്ലേ. ദൂരെ കാണുന്നത് എംബസി സ്യൂട്ട്സ്, ഷെറാട്ടൺ ഹോട്ടൽ, ടവർ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടൽ സമുച്ചയങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നയഗ്ര പാർക്സ്, പവർ സ്റ്റേഷൻ്റെ ഒക്കെ ബാനറുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതേ കാണുന്നത് നമ്മുടെ ഫാൾസ് ആണ്. അങ്ങോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുന്ന റോട്ടിലൂടെ ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരെയാണ്. അവിടെ റോഡ് മൊത്തം ബ്ലോക്ക് ആയേക്കാണ്. ഇത് ഫുള്ള് ആളുകളാണ്. മൊത്തം ആളുകൾ ഇങ്ങനെ ചുറ്റും
ഇരുന്ന് ഈ ഫാൾസ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നയാഗ്ര വാട്ടർഫാൾസിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയിലോട്ട് സ്വാഗതം. നയാഗ്ര വാട്ടർഫാൾസ്, കാനഡ ഹോഴ്സ്ഷൂ ഫാൾസിന്റെ വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്നത് കാനഡ ഹോഴ്സ്ഷൂ ഫാൾസ് ആണ്. ഈ ക്യാമറയുടെ അത്രമാത്രം പതിവെന്ന് അറിയത്തില്ല, എത്ര ഭംഗിയുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരെ കാണുന്ന അമേരിക്കൻ ഫാൾസ് ബ്രൈഡൽ വേല്, ഈ കാണുന്നത് കനേഡിയൻ ഹോഴ്സ്ഷൂ ഫാൾസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് 1 കിലോമീറ്ററും വീതിയുള്ള വാട്ടർഫാൾസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇവിടെ നിന്ന് നയാഗ്ര ഫാൾസിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പനും അമ്മയും എല്ലാവരും ഇവിടെ നിൽക്കുന്നു. നയാഗ്ര ഫാൾസിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുമോളെ, അപ്പ അമ്മ, ഇവിടെ ജനസാഗരമാണ്. അപ്പോൾ ജനങ്ങളുടെ ഇടയിലൂടെ നമ്മളിത് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര തിരക്കാണ് ഇവിടെ. ആസ് യൂഷ്വൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന അട്രാക്ഷനാണ്. എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന ഒരു അട്രാക്ഷനാണ് നയാഗ്ര ഫാൾസ്. പിന്നെ മറ്റത് ടൈം സ്ക്വയർ. ഈ 2 സ്ഥലങ്ങളിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്നത്. അപ്പോൾ നയാഗ്ര ഫാൾസ് എന്ന് പറയുന്നൊരു നാച്ചുറൽ വണ്ടർ ഓഫ് ദ വേൾഡിന് അത്ര ഭംഗിയുള്ള ഈ വാട്ടർഫാൾസിലൂടെ നമ്മളിത് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ, എങ്ങനെയുണ്ട്? പൊളിക്കുകയല്ലേ നമ്മൾ വാട്ടർഫാൾസിന് അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്കിത് വളരെ വൃത്തിയായിട്ട് ഫാൾസ് കാണാൻ പറ്റും. കാനഡ ഹോഴ്സ്ഷൂ ഫാൾസ് കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് ഇവിടെ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ട് ഈ വാട്ടർഫാൾസിന് അടുത്ത് തന്നെ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ആരെങ്കിലും ഐസ്ക്രീം കഴിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ളത് ഈ ഷോപ്പിൽ വന്നിട്ട് നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ടർഫാൾസ് വളരെ ഭംഗിയായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറുകയാണ്. ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറുമ്പോഴുള്ള വ്യൂ ആണിത്. അതെ, നമ്മൾ ഈ വാട്ടർഫാൾസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ എന്തുമാത്രം ജനങ്ങളാണ് നോക്കി, എന്തുമാത്രം ജനങ്ങളാണ്. രാത്രി ഇനിയിപ്പോൾ രാത്രി 10 മണിയാകുമ്പോഴേക്കും ഇവിടെ കാലുകുത്താനുള്ള സ്ഥലം ഉണ്ടാവില്ല. അമ്മാതിരി തിരക്കായിരിക്കും കേട്ടോ. ഓൾമോസ്റ്റ് 3-4 കിലോമീറ്റർ ലെങ്ത്തിലാണ് ഇവിടെ. അങ്ങ് ദൂരെ കാണുന്ന ആ സ്കൈ വീല് തുടങ്ങി അത് ക്ലിഫ്റ്റൺ ഹില്ലാണ്. ആ സ്കൈ വീല് തുടങ്ങി അവിടെ നിന്ന് തുടങ്ങിയുള്ള ആ വളവ് മൊത്തം ജനങ്ങൾ ഇങ്ങനെ വന്നിട്ട് അമേരിക്കൻ ഫാൾസ്, ബ്രൈഡൽ വേല്, പിന്നെ അതിനിടയിലുള്ള ഐലൻഡ്, അതെല്ലാം കഴിഞ്ഞിട്ട് കാനഡ ഹോഴ്സ്ഷൂ ഫാൾസ്, ഇത് തുടങ്ങിയത് ഇങ്ങേ അറ്റം വരെ ജനസാഗരമാണ്. അവിടുന്ന് പിന്നെ 3-4 കിലോമീറ്ററോളം പാർക്കിങ്ങിലോട്ടാണ്. എല്ലാ പാർക്കിങ്ങിലോട്ടും ഇന്ന് ഫ്രീ ആണ്. ഇന്ന് ബുക്ക്ഡാണ്. ഒരു തുള്ളി പോലും സ്ഥലമില്ല. നമുക്ക് മുകളിലാണ് പാർക്കിങ്ങിലോട്ട് കിട്ടിയത്. ഞങ്ങളിത് കസിനോൻ്റെ പുറയിലുള്ള പാർക്കിങ്ങിലോട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഈ ഇരുട്ടത്ത് അവിടെ ലൈറ്റ് ഷോയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. രാത്രി 10 മണിക്കാണ് ഇവിടെ ഫയർ വർക്കുള്ളത്. അപ്പോൾ ഫയർ വർക്കിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളും ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഈ ജനങ്ങളുടെ ഒപ്പം, ഇത്രമാത്രം ജനങ്ങളിവിടെ കൂടിയിരിക്കുന്നതിനൊപ്പം നമ്മൾ പിന്നെ ഇവിടെ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നയാഗ്ര ഫാൾസിൻ്റെ ലേസർ ഷോ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കാനഡ ഹോഴ്സ്ഷൂ ഫാൾസ് മൊത്തം പല കളറിലും നമുക്ക് മിന്നി കാണാൻ പറ്റും. വളരെ ഭംഗിയുള്ള കാഴ്ചയാണത്. അപ്പോൾ അമേരിക്കൻ ഫാൾസും, ബ്രൈഡൽ വേൽ ഫാൾസും, കാനഡ ഹോഴ്സ്ഷൂ ഫാൾസും 3 വാട്ടർഫാൾസും മൊത്തം ലൈറ്റ് ഷോ ആണ്. ആ ലൈറ്റ് ഷോ കാണാൻ വേണ്ടി നമ്മളിവിടെ ഇരിക്കുന്നു. അപ്പോൾ ക്യാമറയിൽ എത്രമാത്രം പതിയെന്ന് അറിയത്തില്ല, എന്തായാലും ശ്രമിച്ചു നോക്കട്ടെ. അപ്പോൾ ഞാനും അമ്മയും ഇപ്പോൾ കാനഡ ഹോഴ്സ്ഷൂ ഫാൾസ് അടുത്ത് നിന്ന് കാണാനായിട്ട് ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നയാഗ്ര വാട്ടർഫാൾസിൻ്റെ അറ്റത്ത് എത്തിക്കണം. ഇവിടുന്ന് കാനഡ ഹോഴ്സ്ഷൂ ഫാൾസിന് ഒരു അറ്റാണ്. ഇതിങ്ങനെ ഇവിടെ തുടങ്ങിയത് ഇങ്ങനെ കറങ്ങി അതിങ്ങനെ ചുറ്റും ഓൾമോസ്റ്റ് 1 കിലോമീറ്ററോളാണ് ഇതിൻ്റെ വിസ്തൃതി. അപ്പോൾ അത് എറി നദിയിൽ നിന്ന് ഇത് ലേക്ക് ഒണ്ടാരിയിലോട്ട് ചാടുകയാണ്. അപ്പോൾ ഈ കാണുന്ന വാട്ടർഫാൾസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് താഴെ നദി ഒഴുകുന്നു. അപ്പോൾ 1 കിലോമീറ്റർ വിസ്തൃതിയിലാണ് നയാഗ്ര വാട്ടർഫാൾസ് ഇപ്പോൾ ചാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നയാഗ്ര വാട്ടർഫാൾസിൻ്റെ അവിടെ നിന്ന് നമ്മളിവിടെ ഐസ്ക്രീം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാനഡ ഹോഴ്സ്ഷൂ ഫാൾസിൻ്റെ ഭംഗിയാർന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഓൾറെഡി ലൈറ്റ് ഷോ തുടങ്ങി. വെള്ളത്തിന് ഇപ്പോൾ കളർ ഓൾറെഡി വെച്ച് തുടങ്ങി. നല്ല കളർഫുള്ളായിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി വെള്ളത്തിന് കളറുണ്ട്. അപ്പം ഞാൻ കൺകുളർക്ക് നയാഗ്ര വാട്ടർഫാൾസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാവരും നയാഗ്ര വാട്ടർഫാൾസിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാനഡ ഹോഴ്സ്ഷൂ ഫാൾസ് 1 കിലോമീറ്ററോളം വിസ്തൃതിയുള്ള കാനഡ ഹോഴ്സ്ഷൂ ഫാൾസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ മിസ്റ്റൊക്കെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങ് ദൂരെ കാണുന്നത് നമ്മുടെ
US ആണ്. അമേരിക്കൻ ഫാൾസ്, ബെഡൽ വെയിൽ ഫാൾസ്, പിന്നെ ഓസ്റ്റിയോ ഫാൾസ്. ഇവിടെ വെള്ളം അനുമോള് ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കണോ? കാതറിൻ ഭംഗി ആസ്വദിച്ചു. എല്ലാവരുടെയും തലങ്ങടി തിരിഞ്ഞാണ് ഇരിക്കണത്. അപ്പൻ എല്ലാവരും ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയാർന്ന വ്യൂ ആയിട്ട് ഇവിടുന്ന് കാണുന്നത്. ഫുള്ളായിട്ട് പൊളിക്കാണ്. നല്ല ഭംഗിയുള്ള വ്യൂ ആണ് ഫാൾസിന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പപ്പയമ്മ നായകര വാട്ടർഫാൾസിൽ നിൽക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയാർന്ന വീഡിയോ. ഇരുട്ടായി ഓൾറെഡി. അപ്പോൾ നമ്മളിത് ഫാൾസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 9-9:30 ആയപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഇരുട്ടായപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ലേസർ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 മണിയാകുമ്പോഴേക്കും ഓൾമോസ്റ്റ് 1 മണിക്കൂറിനുള്ളിൽ ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ലേസർ ഷോ എല്ലാം കണ്ടിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ലേസർ ഷോ കാണുക. അതിനുശേഷം നമ്മൾ കസീനോ, ക്ലിഫ്റ്റൺ ഹിൽ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളിന്ന് കാണാൻ പോകുന്നത്. അത് കനഡിയൻ ഹോഴ്സ് ഫാൾസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്ലൂ കളറാണ്. അവിടെ നിന്ന് ലേസർ ഷോൻ്റെ ബ്ലൂ കളറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലൂ കളറിൽ 1 കിലോമീറ്ററോളം ചുറ്റളവിൽ ഹോഴ്സ് ഫാൾസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഫാൾസ് കാണണമാണ്. ഇവിടെ ഇരുന്ന് കാണുവാണ്. എൻ്റെ അടുത്ത് ഞാൻ ഇരിക്കുന്നു. അമ്മയുടെ അടുത്ത് ഫാൾസ് കണ്ടുകൊണ്ടിരിക്കുക. ലേസർ ഷോയിൽ ലേസർ അവിടെ കറക്കിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് ലേസർ ഇങ്ങനെ മിന്നി മറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ലേസർ കളർ ഇങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെ, അവിടെ കളറ് മാറുന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. പൊളിച്ചു. അടിപൊളി ഫയർ വർക്ക്സ് ആയിരുന്നു. അപ്പൊ നമ്മള് ഫയർ വർക്ക്സ് എല്ലാം കണ്ടു. അടിപൊളിയായിരുന്നു. സൂപ്പർ ഫയർ വർക്ക്സ് ആയിരുന്നു. നമ്മളെ ഫയർ വർക്ക്സ് എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നില്ല? അടിച്ച് പൊളിച്ചില്ലേ ജോൺതാൻ? അടിപൊളി ഫയർ വർക്ക്സ്. കാതറിൻ അടിപൊളി ഫയർ വർക്ക്സ് ആയിരുന്നു. നമ്മളിത് പിസ്സ എല്ലാം കഴിച്ചു കഴിഞ്ഞു. പോയേക്കാം.